ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ന്യൂ ഇയർ ഒക്കെ ആയില്ലേ, അപ്പം വീട് കംപ്ലീറ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഒരു പുതിയ വർഷത്തിലോട്ട് നീങ്ങുകയാണല്ലോ. അപ്പോൾ കംപ്ലീറ്റ് വീടും കാര്യങ്ങളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു വ്ലോഗാട്ടോ ഞാൻ ആദ്യം തന്നെ കിച്ചണിൽ നിന്നാട്ടോ തുടങ്ങുന്നത്. കാരണം കിച്ചണിലാണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. കാരണം കബോർഡ് കാര്യങ്ങൾ ക്ലീനിങ് ആയിട്ടും പിന്നെ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ ഒക്കെ, അതേപോലെ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ കൂടുതലായിട്ടുള്ളത് കിച്ചണാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കിച്ചണിൽ തന്നെ തുടങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം രാവിലത്തെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കേക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ അതിലോട്ട് നീങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കേക്ക് വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് കംപ്ലീറ്റ് ഈ കൗണ്ടർ ടോപ്പിലാട്ടോ ഞാൻ കേക്കിയിട്ട് വെക്കലുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കബോർഡിലോട്ട് എടുത്ത് വെക്കലാണ്. അപ്പം ഞാൻ എന്താ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഈ ഒരു കബോർഡിലോട്ട് വേഗം മാറ്റി വെക്കലാട്ടോ. പിന്നത്തെ ഒരു മെയിൻ ടാസ്ക് ഈ കബോർഡ്. കാരണം ഇത് ഫുൾ എന്താ പറയുക, അൽക്കുലത്തെയും. കാരണം ഫുള്ള് ഞാൻ എടുക്കും, അതേപോലെ വെക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലുള്ള കംപ്ലീറ്റ് സ്പൂണും അതേപോലെ കത്തി അങ്ങനത്തെ സംഭവങ്ങളും അതേപോലെ വുഡൻ്റെതും പിന്നെ എന്തൊക്കെയോ സ്ട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ട് ഈ കൗണ്ടർ ടോപ്പിലോട്ട് വെച്ചിട്ട് പിന്നെ ഇതിലോട്ട് വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ. ഈ കത്തി സ്പൂണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ കുറച്ചും കൂടി വൃത്തിയാണല്ലോ. പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒക്കെ അല്ലേ, തുടക്കത്തിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ആവേശമാണല്ലോ. അപ്പോൾ ഒരു ആവേശം കയറിയിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാനിത് അവിടെ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഓരോന്നോരോന്നായിട്ട് വെച്ച് തുടങ്ങുക കേട്ടോ. അങ്ങനെ ആ കബോർഡ് കംപ്ലീറ്റ് നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ നെക്സ്റ്റ് കബോർഡിലോട്ട് നീങ്ങിയതാണ്. അപ്പോൾ ഈ കബോർഡിൽ അതിന് മാത്രം അങ്ങനെ വൃത്തിയാക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലേനു. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചെന്നുള്ളൂ. എന്നിട്ട് പിന്നെ എൻ്റെ ഉള്ള ബൗളും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ പുട്ടും കുറ്റിയല്ല, ആ പുട്ടുണ്ടാക്കുന്ന എന്താ പറയുക, ആ പുട്ടുണ്ടാക്കുന്ന സംഭവമല്ലേ അത്, അതേപോലെ ഒരു ചെറിയ കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ബൗളും ഒരു ബൗള് അതും ഒക്കെ ആ ഒരു കബോർഡിലാട്ടോ ഞാൻ വെച്ചിട്ടുണ്ടേനെ. എന്നിട്ട് പിന്നെ ഞാൻ സിങ്ക് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഈ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് കേൾക്കുന്ന ഈ പരിപാടിയാണ്. ഒട്ടും ഇഷ്ടമില്ല. എനിക്കിങ്ങനെ കേൾക്കുമ്പോൾ എന്താ പറയുക, കയ്യിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഒട്ടുന്ന പോലെ എന്തൊക്കെയോ തോന്നും. ഞാൻ പിന്നെ ചെയ്യണ്ടേ വിചാരിച്ച് അധികം ചെയ്യുന്നു. ഇന്നും അതേമാതിരി സിങ്ക് കേൾക്കി കഴിഞ്ഞാലാണല്ലോ കംപ്ലീറ്റ് വൃത്തിയാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ സിങ്ക് എന്തായാലും കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല, വേറെ ആരും കേൾക്കാനുമില്ല, ഞാൻ തന്നെ കേൾക്കും വേണ്ടേ. അങ്ങനെ ഞാനിതാ സിങ്കൊക്കെ കംപ്ലീറ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആ ഒരു കളറ് നോക്കണ്ട, അത് ഞങ്ങളിവിടെ വരുന്ന ടൈമിലേ ഉണ്ട് ഈ ഒരു കളറ്. അതിന് എത്ര ഞാൻ സ്ക്രബ് ചെയ്താലും ആ കളർ അതേപോലെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാനിതാ സിങ്കും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലുള്ള ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അതായത് ആ ഒരു സൈഡിൽ ആ ഒരു വാളും അതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സൈഡിലുള്ള കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഈ സിങ്കിൻ്റെ ഏരിയയുള്ള ഈ കൗണ്ടർ ടോപ്പിലോട്ട് ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടുത്തെ ഈ 2 ഗ്ലാസ് കാണുന്നത്.
അപ്പം പിന്നെ അത് നേരെ അതിൻ്റെ കബോർഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വേണ്ട പണി കഴിയുമല്ലോ. അങ്ങനെ അത് ഞാനിതാ കബോർഡിൽ വെക്കാം കേട്ടോ. ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ വേസ്റ്റ് ഒന്ന് കൊണ്ടുപോയിടാണ്ടായിരുന്നു. കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ കളഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറേ കവറോ കാര്യങ്ങൾ എന്തെല്ലാമൊക്കെയോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കൂടി ഈ വേസ്റ്റിലോട്ടിട്ട് ഒക്കെ കൂടി ഞാൻ കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കിച്ചൺ പരിപാടി ഏകദേശം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞാനിതാ ഈ ഒരു ഡെസ്ക് ഫുൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലാണ് എന്തായാലും. അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാനുണ്ടോ. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളും ടേബിളിൽ നിന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയും എന്നിട്ട് പിന്നെ ആദ്യം മുതൽ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ട് നല്ലോണം അതിൽ എന്തൊക്കെയോ കുറേ പൊടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ ഓരോന്നായിട്ട് ഇങ്ങനെ ടേബിളിലോട്ട് എടുത്ത് വെക്കുന്ന പണിയിലായിരുന്നു കേട്ടോ. ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഞാൻ ആ ക്യാൻഡിലൊന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വീഡിയോയിൽ ഒരു രസം വയ്ക്കട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ആ ക്യാൻഡിൽ നല്ല എന്താ പറയുക നല്ല സ്മെല്ലാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനിതാ ഓരോന്നിതാ ടേബിളിലോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ എൻ്റെ ഡെസ്ക് മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹാങ്കറിലിട്ടിട്ട് റെഡിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയുണ്ടോ. അതാകുമ്പോൾ ഇതിൽ ഇങ്ങനെ ഹാങ്കറിലിട്ട് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ മടക്കി കുറേ നേരം കളയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാനധികം ഇതേപോലെ ഹാങ്കറിലിട്ടിട്ട് വെക്കലാണ്. അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ ഹാള് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം സോഫയിലാണെങ്കിൽ എന്തൊക്കെയോ അയച്ചിട്ട ഡ്രസ്സും മോൻ്റെ തന്നെയാണ് അയച്ചിട്ട ഡ്രസ്സും സോക്സും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഞാനത് വിട്ടുപോയതാണോ എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇവൻ്റെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ സോഫയിൽ നിന്നൊന്ന് എടുത്തിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇനി ഞാനിതാ ഇവിടെ ഒന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആകുമ്പം എനിക്ക് ഹാളും റൂമും കൂടി ഉള്ളതിനും പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് രണ്ടും കൂടി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് നിന്നതേനി. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കാരണം ഓരോന്ന് കംപ്ലീറ്റ് ഒരു ദിവസം തീർക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് ആയിരുന്നു എനിക്ക്. പിന്നെ ന്യൂ ഇയറൊക്കെ അല്ലേ, ഏതായാലും നല്ല ബുദ്ധി തോന്നിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഇതിൽ തന്നെ അതായത് നമുക്ക് തോന്നുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ തന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് അവിടെ കിടക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനിതാ കംപ്ലീറ്റ് ഞാനിവിടെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ ചെയ്യണം. അങ്ങനെ ഹോള് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടോ. അതിന് ശേഷം പിന്നെ ഞാനിതാ റൂമിലോട്ട് നീങ്ങാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം റിമൂവ് ചെയ്തിട്ട് അത് നേരെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ എടുത്തിടുകയും കേട്ടോ. ആകുമ്പം എൻ്റെ ഈ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഏകദേശം തിരുമ്പി റെഡി ആക്കിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഞങ്ങളുടെ റൂമിലൊരു ഡ്രസ്സിങ് ടേബിളുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയും അപ്പം അതിൻ്റെ ഓരോ കബോർഡും എടുത്ത് നോക്കുമ്പോൾ എന്തെല്ലാമൊക്കെയോ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടിട്ട് ആവശ്യമുള്ളത് മാത്രം അതിൽ വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിൽ ഓരോന്ന് എടുത്തിടുമ്പോഴും ഒക്കെ എനിക്ക് ആവശ്യമുള്ളത് തന്നെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അടക്കി പെറുക്കി വെച്ച് എന്നുള്ളൂ, ഒന്നും കളയാൻ പറ്റിയതായിട്ടൊന്നും ഇല്ലേനു അതിൽ. അങ്ങനെ ഇതൊക്കെ കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഒരു കബോർഡ് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അടുത്ത കബോർഡിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിയ മൈലാഞ്ചി എന്തെല്ലാമൊക്കെയോ ഉണ്ട് ഇതേപോലെ. അതേപോലെ കീറിയ നോട്ട്, കുറേ പിന്ന്, മുട്ടു സൂചി, ടൈഗർ ബാം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് ഞാൻ അതേപോലെ ഇതിത്തോ ഞാൻ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ പൊടിയും ഇതൊക്കെ ഒന്ന് തട്ടിയതിന് ശേഷം രണ്ടാമത് അതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഈ ഷെൽഫ് ഞാൻ ഏറെക്കുറെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടോ. അങ്ങനെ അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു ചെയർ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലും കുറേ പൊടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെയറൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ പിന്നെ ഇതിൻ്റെ മേലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം പൊടി മാത്രമല്ല, മോന് പനിയൊക്കെ ആയിട്ട് ഞാൻ മരുന്നൊക്കെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങനെ ഒലിച്ചിറങ്ങിയതും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇതിൻ്റെ ടേബിളിൽ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചെയർ അങ്ങനെ എടുക്കലൊന്നുമില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ പിന്നെ റൂമൊക്കെ നന്നായിട്ട് അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഈ കട്ടിൻ്റെ അടിയിൽ ഞാൻ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോന് ഇതേമാതിരി ഫുഡും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ മുട്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ കവറൊക്കെ നേരെ കട്ടിൻ്റെ ഈ സൈഡില്ലേ അതിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ ഇതൊക്കെ കട്ടിനടിയിൽ നിന്നിട്ട് ഞാൻ ഈ അടുത്താണ് ക്ലീൻ ചെയ്തത്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയും സാധനം മോന് കട്ടിൻ്റെ അടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ തുടയ്ക്കലും അങ്ങനത്തെ പരിപാടി